ഹായ് ഹലോ, ഞാൻ സീനയാണ്. ഇന്ന് നമുക്കൊരു മിനി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് എൻ്റെ ഒരു ലേസി ഡേ എങ്ങനെയാണോ, അതായത് എനിക്കൊട്ടും വയ്യ, ഭയങ്കര ബോറിംഗ് ആണ്, ഭയങ്കര ടയേർഡായിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ ഈ ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം. പിന്നെ ഹെൽത്ത് വൈസ് ഒട്ടും ഓക്കെ ഇല്ല, തൊണ്ടവേദനയുണ്ട്, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ എണീറ്റിട്ട് കുറച്ചൊന്ന് ജില്ലായി കഴിഞ്ഞിട്ട് പ്ലാനറൊക്കെ എഴുതി സെറ്റാക്കി, ടു ഡു ലിസ്റ്റ് എല്ലാം എന്തൊക്കെയാണെന്ന് വേണ്ടതൊക്കെ എല്ലാം ചെയ്തു. പിന്നെ സ്കിപ്പ് ചെയ്യാത്തൊരു സാധനമാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കിപ്പേ ചെയ്യാറില്ല. അതിൻ്റെയൊക്കെ നമുക്ക് ഹെൽത്തിൽ കാണാനുണ്ട് കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ് കുറച്ച് പണിയുണ്ടായിരുന്നു അടുക്കളയിൽ, പാത്രം കഴുകാനും പിന്നെ അതുപോലെ തന്നെ ഇന്ന് കറി വെക്കാനുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ എപ്പോഴും അടുക്കളയിൽ കയറിയിട്ട് ഇപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ ഒന്ന് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മീൻ വെക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ ഇയാൾ മീൻ ഉള്ള ദിവസം മാത്രം കണ്ടുവരുന്നൊരു വ്യക്തിയാണ് ഈ താഴ്ത്തിക്കണത്. ഞാൻ അവൻ്റെ ഒരു കുറച്ച് ക്ലിപ്പ് എടുത്ത് വെക്കാലോ എന്ന് വിചാരിച്ചു. നല്ല ക്ഷമയുണ്ട് കേട്ടോ, ഞാൻ മീൻ വെട്ടി തീരണവരെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു മീനൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പണിയൊക്കെ ഏകദേശം, മീൻ വെട്ടി ഏകദേശം തീരാറായി. ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇന്ന് ടു ഡു ലിസ്റ്റിലുള്ള കാര്യം എന്ന് വെച്ചാൽ ക്ലീനിങ് ആണ്. കിച്ചൺ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റ്, റൂം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നെനിക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ വയ്യെങ്കിലും നമുക്കതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെയൊക്കെ ബോറടി മാറും, പിന്നെ കുറച്ചൊന്ന് ഉഷാറാവും എന്നൊക്കെ ഓർത്തിട്ടാണ് ഈ പണിക്കൊക്കെ നിൽക്കണം. അപ്പോൾ ഞാനിത് കുറച്ച് ഈ മീൻ വറുക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഫ്രൈ ആക്കി, നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല രസമാണ് ക്രിസ്പി ആയിട്ട് തിന്നാൻ വേണ്ടിയിട്ട്. ഞാൻ ചിക്കൻ മസാല തപ്പി നടക്കണമായിരുന്നു. ചിക്കൻ മസാല ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, പക്ഷേ ചിക്കൻ മസാല കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുരുമുളകും മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് സാധാരണ ചെയ്യണ പോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തു. നമ്മളിനി ചാള അങ്ങനത്തെ മീനൊക്കെ ഫ്രൈ ചെയ്യണ സമയത്ത് നമ്മുടെ ഇതില്ലേ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ, കറിവേപ്പിലയൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ. പിന്നെ ഇത് എണ്ണ കയ്യിലൊഴിച്ചിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് ഇട്ട് ഇങ്ങനെ കൈ കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും കൈ ഭയങ്കരമായിട്ട് പുകച്ചിലെടുക്കും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ എണ്ണ കയ്യിൽ ഇതാക്കിയിട്ട് ചെയ്തത് കേട്ടോ. അപ്പം മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. ഇതാണ് നമ്മുടെ അടുക്കളയിൽ നോക്കിക്കഴിയുമ്പോഴുള്ള വ്യൂ ആണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ വന്ന് വരും നോക്കിക്കാനായിട്ട്. ഒരു പ്രത്യേക സുഖമാണ് പുറത്തോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ. പിന്നെ മീനൊക്കെ വെട്ടി എല്ലാം കഴിഞ്ഞുകൊണ്ട് കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിച്ചത്. ഓൾറെഡി മീനൊക്കെ ഉണ്ടായിരുന്നത് അതാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഇത് മുരിങ്ങയിലയുടെ തോരനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയിലയുടെ തോരൻ. പിന്നെ ചീര ഇഷ്ടമാണ്. അങ്ങനത്തെ ചില സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറിയിൽ. പിന്നെ നോൺ വെജിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ ഫുഡ് റെഡി എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങിയിട്ട് എനിക്ക് ഒട്ടും ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് എണീറ്റിട്ട് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. ബാൽക്കണിയിൽ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ച് ഞാൻ വൈകുന്നേരത്ത് ടെറസിൻ്റെ മേളിലാണ് പോയിരിക്കാറ്. കാരണം ഇങ്ങനെ സന്ധ്യ സമയമാകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ കിളികൾ നമ്മുടെ വീടിൻ്റെ അവിടെ കൂടി പോകണ കാണാം. തത്തയൊക്കെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോകണ കാണാം. അത് കാണാൻ വേണ്ടി ഞാൻ പോയിരിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണമായിരുന്നു. എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ് കളയണമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയട്ടെ, ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്യാം. മേക്കപ്പിൻ്റെ കുറച്ച് കളക്ഷനുള്ളതും ലിപ്സ്റ്റിക്കിൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മേളിൽ പോയത്. ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. പിന്നെ എൻ്റെ ടേബിൾ ഓർഗനൈസ് ചെയ്ത്, ഇത് ടേബിളല്ല ആക്ച്വലി ഒരു ഷെൽഫാണ്. ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്തേക്കണ ഷെൽഫ് ഞാൻ ഇങ്ങനെ ചരിച്ചിട്ടേക്കണതാണ്. അപ്പോൾ എനിക്കൊരു ടേബിളും ആയി, പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളതായി. ഇത് ഞാൻ റീസെൻ്റ്ലി എറണാകുളത്ത് വാങ്ങിച്ചൊരു ട്രൈപ്പോഡാണ് കേട്ടോ. അത് ട്രൈപ്പോഡായിട്ട് യൂസ് ചെയ്യാം, സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഇതാണ്, പ്രൊഡക്റ്റാണ്. പിന്നെ ഇത് ഞാൻ റീസെൻ്റ്ലി വായിക്കണ കുറച്ച് ബുക്സാണ്. ഇറ്റ് സ്റ്റാർട്ട് വിത്ത് അസ് എന്നുള്ളൊരു ബുക്കും, പിന്നെ KR മീരയുടെ ഒരു ബുക്ക് ദ സീക്രട്ട് എന്നുള്ള ബുക്ക്. സീക്രട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഈ ഒരു ദിവസം. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചാനൽ.